ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിന് മുമ്പുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ചാപ്റ്ററിൻ്റെ ബാക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ലെറ്റ്സ് റിവൈൻഡ് നമുക്ക് നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നാണ്. First question, why does Granny finally agree to travel to Mussoorie? Answer, because money is accompanying her in the journey. She wants to be with money. She need to spend time with him. എന്തുകൊണ്ടാണ് മണി അവരുടെ കൂടെ ആ യാത്രയിൽ പോകുന്നുണ്ട്? അതുകൊണ്ട് അവർക്ക് മണിയുടെ കൂടെ തന്നെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടുതൽ ടൈം മണിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിച്ചത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Granny's courage and determination are evident in the story. Substantiate this statement with instances. ഗ്രാനിയുടെ കറേജും ഡിറ്റർമിനേഷനും ഈ സ്റ്റോറിയിൽ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന ഇൻസ്റ്റൻസസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതാം. Answer, Granny was ready to travel far even though her vision was weak. Her legs were fine. She bravely faced the landslide while traveling in the bus. She was not afraid. Similarly, she was not cared about the terrible noise from the bus and the leakage in the umbrella. These instances shows Granny's courage and determination. എന്താ പറയുന്നത്? ഗ്രാനിക്ക് കണ്ണിന് പ്രശ്നമുണ്ടായിട്ടും അത്രയും ലോങ് ട്രാവല് അവർ ധൈര്യമായിട്ട് പോകാമെന്ന് സമ്മതിച്ച് വാക്ക് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. പക്ഷെ അവരുടെ കാലൊക്കെ ഓക്കെ ആയിരുന്നു, ലെഗ്സിന് പ്രശ്നമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടായി. പക്ഷെ ആ മണ്ണിടിച്ചിലും അവർ പേടിച്ചൊന്നുമില്ല. അവർക്ക് പിന്നെ അതുപോലെ ആ ബസ് ഒരുപാട് കുലുങ്ങി, ബസ്സിൽ നിന്ന് വലിയ സൗണ്ടുകളൊക്കെ വരുന്നായിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ. അതും അവരെ ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് അംബ്രല്ല ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതും അവർക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല. അപ്പൊ ഇതൊക്കെ ആ ഒരു ഏജിലുള്ള ആ ഒരു ലേഡി, ആ ഒരു ഏജിലും അവർക്ക് പ്രശ്നമില്ല. അവരുടെ കറേജും അവരുടെ ഡിറ്റർമിനേഷനുമാണ് അതിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിങ് ദെയർ ജേർണി? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? മണി എങ്ങനെയാണ് ഗ്രാനീനെ ആ ഒരു യാത്രയിൽ സപ്പോർട്ട് ചെയ്തത്? മണിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇന്ന് എന്ത് മനസ്സിലാക്കാന്നാണ് ചോദിക്കുന്നത്. Mani supports Granny in many ways. He carried bedding roll on his shoulders during the journey. He encourages Granny when she feels uncertain and offers to rest whenever she feels tired. Mani always stays close to her, ensures she doesn't get lost in the crowd, and takes care always. His love and respect for Granny are clear throughout the story. ഓക്കെ, മണി എല്ലാ രീതിയിലും പല രീതിയിലും ഗ്രാനീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോണ സമയത്ത് ബെഡിങ് റോൾ അവരുടെ തോളത്ത് തൂക്കിയിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗ്രാനി എപ്പോഴൊക്കെ ടയർഡ് ആവുണ്ടോ അപ്പോഴൊക്കെ അവൻ എൻകറേജ് ചെയ്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ ഒരു മാർക്കറ്റിലെത്തിയ സമയത്ത്, തിരക്കുള്ളൊരു മാർക്കറ്റിലെത്തിയ സമയത്ത് അവർ കൈ പിടിച്ചിട്ട് അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ദ സ്റ്റോറി അവരുടെ ലവ് ആൻഡ് റെസ്പെക്റ്റ് ഉള്ള ഒരു ബോയ് ആയിരുന്നു നമ്മുടെ മണി. അതാണ് ഇതിൽ കാണുന്നത് കേട്ടോ. A shoulder to rest on is a blessing indeed. Don't you agree? How does the story highlight the bond between generation? അപ്പോൾ നമുക്ക് ചായാൻ ഒരു തോള് അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു ഷോൾഡർ എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ് എന്നാണ് അവർ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആ ഒരു ജനറേഷൻ്റെ ബോണ്ട്, ഒരു പേരക്കുട്ടിയും ഒരു അമ്മമ്മയാണ് അല്ലേ. അപ്പോൾ അവർ 2 ജനറേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ജനറേഷൻ്റെ ആ ഒരു ബോണ്ടിങ് ഒക്കെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ എന്നാണ് ചോദ്യം. Yes, a shoulder to rest on is a blessing indeed. Here is also we can see the support and bond between generation. അല്ലേ, ഇത് ശരിക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഈ ചാപ്റ്ററിലും നമുക്കൊരു സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. 2 ജനറേഷനിൽ പെട്ട ആൾക്കാർ തമ്മിലുള്ള അല്ലേ കാണാൻ പറ്റും. ഗ്രാനി ആൻഡ് മണി കെയർ ഫോർ ഈച്ച് അതർ, ബോത്ത് സപ്പോർട്ട്സ് ഈച്ച് അതർ. അപ്പോൾ അത്രയേ ഉള്ളൂ ലെറ്റ്സ് റിവൈൻഡ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലെ ബാക്കി ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.